ബാലൻ ദ ബോയ്, ഉയിര്, അനന്തൻകാട്, സൂപ്പർ ഗേള്, ചിന്ന ചിന്ന ആസൈ, ഒബ്സഷൻ എന്നീ സിനിമകളിലെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കാം നമുക്ക് നിലവിൽ. അതിനു പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. ബാലൻ ദ ബോയ് നമ്മുടെ ടൊവിനോ തോമസിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് അദ്ദേഹത്തിന്റെ ബാലൻ ദ ബോയ് എന്ന് പറഞ്ഞ സിനിമ. ചിദംബരമാണ് സംവിധായകന്. തിരക്കഥാകൃത്ത് ജിത്തു മാധവനാണ്. മ്യൂസിക് ഡയറക്ഷൻ നമ്മുടെ സുഷിനാണ്. പടം എന്തായാലും 30 കോടിയുടെ മുകളിലേക്കൊക്കെയാണ് വേൾഡ് വൈഡ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് നിലവിൽ 12 ദിവസം കൊണ്ടൊക്കെ. എന്തെങ്കിലും നമ്മുടെ ബാലൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ബുധനാഴ്ച അല്ലെങ്കിൽ 1-ാം തീയതി 37 ലക്ഷമാണ് ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത്. 13 ദിവസം കൊണ്ട് കേരളം നിന്ന് മാത്രം 15 കോടി 24 ലക്ഷവും കാണാൻ സാധിക്കുന്നുണ്ട്. സിനിമ നിലവിൽ ഇപ്പോൾ 13 ദിവസത്തെ വേൾഡ് വൈഡ് നോക്കുമ്പോൾ 30 കോടിയുടെ മുകളിലാണ് കാണാൻ സാധിക്കുന്നത്. എന്തെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മറ്റൊരു സിനിമയാണ് ഉയരുന്നു പറഞ്ഞ സിനിമ. റോഷൻ മാത്യു ആണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചത്. ഒരു പോലീസ് കഥയായിട്ട് വരുന്ന സിനിമ തന്നെയാണ്. ഒരു കണ്ണൂർ സ്ക്വാഡിൻ്റെ ഒക്കെ ഏകദേശം സാമ്യമുള്ള രീതിയിലാണ് പടം അവതരിപ്പിച്ചത്. പടം കണ്ടവർ അഭിപ്രായങ്ങൾ നമുക്ക് രേഖപ്പെടുത്തുക. ഉയര് എന്തെങ്കിലും പടത്തിന് ഇന്നലെ കളക്ഷൻ 14 ലക്ഷമാണ് ബുധനാഴ്ച കാണാൻ സാധിക്കുന്നത് ഉയരെന്ന് പറഞ്ഞ സിനിമയ്ക്ക്. അങ്ങനെ 6 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ചയിലോട്ട് പോകുമ്പോൾ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 1 കോടി 23 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. സിനിമയ്ക്ക് ചെറിയ രീതിയിൽ ഗ്രോത്ത് കുറയുന്നതാണ് കാണാൻ സാധിക്കുന്നത്. വലിയൊരു ഗ്രോത്ത് കാണുന്നില്ല നിലവിൽ. വളരെ ന്യൂട്രലാണ്. മറ്റൊരു സിനിമയാണ് അനന്തൻകാട് എന്ന് പറഞ്ഞ സിനിമ. ഈ വർഷം പുറത്തിറങ്ങിയ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. മുരളി ഗോപിയാണ് സിനിമയുടെ റൈറ്റർ. മുരളി ഗോപി, ആര്യ, ഇന്ദ്രൻസ് ഒക്കെയാണ് പടത്തിൽ പ്രധാന വേഷങ്ങൾ അഭിനയിക്കുന്നത്. പടത്തിന് ഇന്നലെ ബുധനാഴ്ച 12.55 ലക്ഷമാണ് ബോക്സ് ഓഫീസ് അനന്തൻകാട് സിനിമയ്ക്ക്. നിലവിലെ ചിത്രം ഓൾമോസ്റ്റ് നമ്മുടെ കേരള ബോക്സ് ഓഫീസിന് മാത്രം 7 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് 2 കോടി 2 ലക്ഷമാണ് കരസ്ഥമാക്കിയത്. വേൾഡ് വൈഡ് ഒക്കെ സിനിമയ്ക്ക് 5 കോടിനടുത്തൊക്കെയാണ്, താഴെയാണെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസൊക്കെ. വളരെ മോശമായൊരു ഫ്ലോപ്പിലോട്ട് പോകാനും വാഷ് ഔട്ടിനും ഹൈ ചാൻസ് ആണ് അനന്തൻകാട് സിനിമയ്ക്ക്. മറ്റൊരു ഹോളിവുഡ് DC യൂണിവേഴ്സിന് പുറത്തിറങ്ങിയ സിനിമയാണ് സൂപ്പർ ഗേള്. വലിയ വ്യത്യാസമൊന്നുമില്ല, പഴയ പോലെ തന്നെ ഒരു DC സാധാ സിനിമ. അതുകൊണ്ട് തന്നെ വലിയ കളക്ഷനും കാണുന്നൊന്നുമില്ല നമുക്ക് നിലവിൽ. സിനിമ റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ. 6.55 ലക്ഷമാണ് ബുധനാഴ്ച കേരളത്തിൽ സൂപ്പർ ഗേൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. സിനിമയുടെ കേരളത്തിലെ ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 6 ദിവസം കൊണ്ട് 53 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അടുത്ത നമ്മുടെ ഇന്ദ്രൻസിൻ്റെ ചിന്ന ചിന്ന ആസൈ എന്ന് പറഞ്ഞ സിനിമയാണ്. ബുധനാഴ്ച 5 ലക്ഷമാണ് പടത്തിൻ്റെ ഈ ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത് ചിന്ന ചിന്ന ആസൈ സിനിമയ്ക്ക്. നിലവിലെ ചിന്ന ചിന്ന ആസൈ സിനിമയുടെ കളക്ഷൻ 13 ദിവസം പോവുകയാണ്, അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് പോവുകയാണ്. 2 ആഴ്ച കൊണ്ട് 1 കോടി 78 ലക്ഷമാണ് പടത്തിൻ്റെ കേരള ബോക്സ് ഓഫീസ് കാണുന്നത്. വേൾഡ് വൈഡും സിനിമയ്ക്ക് നല്ലൊരു നമ്പേഴ്സിലോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 2 കോടിന് താഴെയാണ് നിലവിലെ സിനിമേൻ്റെ വേൾഡ് വൈഡ് കളക്ഷന്. എന്തായാലും നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ്റെ ആശൻ എന്ന സിനിമേൻ്റെ ഫൈനൽ തകർക്കുമെന്നാണ് ട്രാക്കേഴ്സ് പറയുന്നത്. കാത്തിരിക്കേണ്ട ചെയ്യാം നമുക്ക്. മറ്റൊരു സിനിമയാണ് ഹോളിവുഡിൽ നിന്ന് പുറത്തിറങ്ങിയ ഒബ്സഷൻ എന്ന് പറഞ്ഞ സിനിമ. ഇപ്പം നിലവിലെ സിനിമ ആപ്പിൾ TVയിലും അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലും സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട് ഒബ്സഷന്. എന്തായാലും ചിത്രം ഇന്നലെ 1.13 ലക്ഷമാണ് ബോക്സ് ഓഫീസ് കരസ്ഥമാക്കിയത്. എന്തായാലും ചിത്രത്തിൻ്റെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ ടോട്ടൽ ഒബ്സഷൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് 34 ദിവസം കൊണ്ട്, ഒരു മാസത്തിന് മേലെ ഉണ്ട്, 5 കോടി 4 ലക്ഷമാണ് ബോക്സ് ഓഫീസ്. ഒരു മാരകമായൊരു കളക്ഷൻ തന്നെയാണ് ഫൈനൽ കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. ഓൾമോസ്റ്റ് ക്ലോസിങ് അപ്ഡേറ്റ് തന്നെയാണ് 5 കോടി എന്ന് പറയുന്നത് നിലവിൽ. 5 കോടി 4 ലക്ഷം, ഒരു 5-6 വരാൻ ചാൻസ് കാണുന്നുണ്ട്. 2 ദിവസം കൂടിയും സിനിമ റണ്ണിങ് ചെയ്യും കേരളത്തിൽ. എന്തായാലും ഇത്രയും സിനിമകളുടെ കളക്ഷൻ ഇനിയും അറിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. കണ്ടവരാണെങ്കിൽ മറക്കാതെ പടത്തെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യപ്പെടുത്തുക.